നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു മരണം തന്നെയായിരുന്നു ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും. സ്വന്തം വീട്ടിലെയും ഭർത്താവിന്റെയും പീഡനം സഹിക്കവയ്യാതെ മക്കളെ മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു ആർജവം കാണിച്ച ആ അമ്മ ഒടുവിൽ തോറ്റു പിന്മാറുകയായിരുന്നു എന്നുള്ളതാണ്. പള്ളിയിൽ പോകുന്നു എന്ന രീതിയിൽ കുട്ടികളെ വിളിച്ച് ഇറക്കി നേരെ വീടിനടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ ജീവൻ ഒടുക്കുകയായിരുന്നു ഷൈനിയും മക്കളും. വേണ്ടമ്മേ എന്ന് പറഞ്ഞെങ്കിലും മൂത്ത മകളെയും ഇളയ മകളെയും ചേർത്ത് പിടിച്ച് ഷൈനി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മരണത്തിലേക്ക് നയിച്ചത് ഭർത്താവ് നോബിയുടെ പീഡനമാണെന്ന കുറ്റപത്രം പറയുന്നുണ്ട്. നോബിയുടെ ഉപദ്രവമാണ് ആത്മഹത്യക്ക് പ്രേരണയായത്. ഷൈനിയും മക്കളും വീട് വിട്ടിറങ്ങിയിട്ടും പിന്തുടർന്ന് ഉപദ്രവിച്ചു. മരിക്കുന്നതിന്റെ തലേന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. കേസിൽ രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകൾ നിർണായക തെളിവായി. 40ഓളം ശാസ്ത്രീയ തെളിവുകളും രേഖകളും കുറ്റപത്രത്തിനൊപ്പം പോലീസ് സമർപ്പിച്ചു. കേസിൽ ആകെ 56 സാക്ഷികളാണ് ഉള്ളത്. ഷൈനിയുടെ മകനും ട്രെയിൻ ഓടിച്ച ലോക്കോ പൈലറ്റും സാക്ഷികളാണ്. 170-ാം ദിവസമാണ് അന്വേഷണ സംഘം കുറ്റപത്രം നൽകുന്നത്. ഏറ്റുമാനൂരിൽ അമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ ഷൈനിയുടെ ശബ്ദരേഖ പുറത്തുവന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ്. മരിച്ച ഷൈനി അനുഭവിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദമെന്ന തെളിവായിരുന്നു അന്ന് പുറത്തുവന്ന ശബ്ദ സന്ദേശം. വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും കേസ് നീണ്ടുപോവുകയാണ് എന്നും എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നുമായിരുന്നു ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. അതിനിടെ കേസിൽ ഭർത്താവ് അറസ്റ്റിലാകുകയും ചെയ്തിരുന്നു. തൊടുപുഴ സ്വദേശി ചേരിയൽ വലിയ പറമ്പിൽ നോബി ലൂക്കോസിനെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത നോബിയെ വൈദ്യപരിശോധന പൂർത്തിയാക്കി അന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിനിയായ ഷൈനിയും 11ഉം 10ഉം വയസ്സുള്ള മക്കളായ അലീനയും ഇവാനയുമാണ് നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യക്ക് പിന്നാലെ അസ്വാഭാവിക മരണത്തിന് മാത്രം പോലീസ് ആദ്യം കേസെടുത്തിരുന്നു. എന്നാൽ പിന്നീട് ഭർത്താവിനെതിരെ കേസ് കടുപ്പിക്കുകയായിരുന്നു. പോലീസിനെതിരെ പ്രതിഷേധവും പ്രതികരണവും ഒക്കെ തന്നെ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെ ആത്മഹത്യ പ്രേരണ കുറ്റം പോലീസ് ചുമത്തേണ്ടി വന്നത്. നോട്ടീസ് നൽകി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ തൊടുപുഴ ചുങ്കം സ്വദേശി നോബിയെ വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. നോബിക്കെതിരായി തൊടുപുഴ സ്റ്റേഷനിൽ ഷൈനി നൽകിയ ഗാർഹിക പീഡന പരാതിയും നിലവിൽ ഉണ്ടായിരുന്നു. ഷൈനിയുടെ മാതാപിതാക്കളുടെ വിശദമായ മൊഴിയും അന്ന് രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് ഷൈനിയുടെ അച്ഛനെതിരെയും രൂക്ഷമായ ആരോപണങ്ങളും പ്രതികരണങ്ങളും രംഗത്തു വന്നു. കടുത്ത ശാരീരിക പീഡനത്തെ തുടർന്നാണ് ഷൈനിയും മക്കളും 9 മാസം മുമ്പ് ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് എത്തിയത് എന്നാണ് മാതാപിതാക്കളുടെ മൊഴി. ഷൈനിയുടെയും നോബിയുടെയും വിവാഹമോചന കേസ് ഏറ്റുമാനൂർ കോടതിയിൽ നിലനിൽക്കെയാണ് ഷൈനിയുടെ ആത്മഹത്യ. ഭർത്താവിൽ നിന്നേറ്റ പീഡനവും സാമ്പത്തിക ബാധ്യതകളും തൊഴിൽ കണ്ടെത്താൻ കഴിയാത്തതിന്റെ മാനസിക വിഷമവുമാണ് ആത്മഹത്യ കാരണമായി പറയുന്നത്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് ഏറ്റുമാനൂർ പോലീസ് അന്വേഷിച്ചിരുന്നുവെങ്കിലും സ്ഥിരീകരണം വന്നിട്ടില്ല. നോബി തന്നെയാണ് ഏക കുറ്റക്കാരനെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് പോലീസ് ഇവിടെ.